ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ ലൊക്ക്പേറയിലാണ്. ലൊക്ക്പേറയിൽ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ലൊക്ക്പേറയിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നത് ഞങ്ങൾ കോഫി ഷോപ്പിലേക്ക് പോകുന്നത് മാത്രമായിരുന്നു. അന്ന് ഇത് കുറച്ച് വലിയ വീഡിയോസാണ്. ഞങ്ങളിവിടെ പോകുന്ന എല്ലാ ഭാഗവും ഞങ്ങൾ കാണിച്ചു തരാം. സോ ഇതാണ് ഫസ്റ്റ് ഒരു ഷെഡാണ്. അവിടെ ഒരു കിളിയുണ്ട് ഗായ്സ്, കണ്ടില്ലേ? അവിടെ ഒരു കുഞ്ഞു കിളിയുണ്ട്. ഇവിടെ കുറേ കിളികൾ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതാണ് അവിടെ വൈറ്റ് കളർ സാധനങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ ഗായ്സ്, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇതാണ് ഈ ഷെഡിൻ്റെ ഔട്ട്. സോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുമല്ല, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയുടെ മാപ്പാണ് അത് കണ്ടത്. ഇപ്പോൾ ഇത് നടക്കുന്ന സ്ഥലം മാത്രമാണ്, ഇവിടെ നടക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങൾ നടന്ന് വരുന്ന സമയത്ത് ഒരു വ്യൂ കണ്ടായിരുന്നു. അത് കാരണം തന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു സ്വാൻ ഉണ്ടായിരുന്നു, അന്ന് അതിപ്പോൾ പോയിട്ടുണ്ട്. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് ഈ ലൊക്ക്പേറ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് എൻ്റെ അമ്മ, അച്ഛൻ, ഞാൻ, എൻ്റെ അമ്മയുടെ 2 ഫ്രണ്ട്സാണ്. ജോർജും എൻ്റെ ജാനീസ്, നതാലിയ ആൻഡ് പിന്നെ ജോബിനേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോബിനേട്ടന് കുറേ കാര്യങ്ങളുണ്ട്, എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് കാണിച്ചു കൊടുക്കണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണെന്ന് വെച്ചാൽ JC കിങ്ഡം എന്നാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഫെയറി റിംഗ് ആണ്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കാണാൻ. ഇത് വന്നിട്ട് ഒരു കുഞ്ഞ് 4 എംബ്ലംസിൻ്റെ സ്ഥലമാണ്. ഇവിടെ റോക്ക് വെച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലവും കൂടി തന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഉള്ളിൽ പോയി കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇവിടെ 4 എംബ്ലംസ് ഉണ്ട്. ഇതും പിന്നെ അതും ഉണ്ട്. അത് കാണാൻ പറ്റിയില്ല, സോറി. ഇപ്പം ഞങ്ങൾ ആ ഫെയറി റിങ്ങിലെ ഫെയറിയുടെ കാട്ടിൽ കൂടിയാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ നല്ല വെതറാണ് ഗൈസ്, നല്ല വെയിലുണ്ട്. അപ്പോൾ ഇവിടെ കുറേ സ്റ്റോറീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ഇതൊരു സ്ഥലമാണ്. ഇതൊരു കാണാൻ വേണ്ടി വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ഇതും കാണാനാണ്. അതിൻ്റെ ഫ്രണ്ടിലൊന്നുണ്ട്, ഇതും കാണാനാണ്. ഇവിടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ വെച്ചിരിക്കുകയാണ്. ഇവർ പറയുന്നത് ഇത് ഫെയറിയുടെ ഫെയറി ലീവ് ചെയ്ത സ്ഥലമാണ്. ഈ ഒരു ഫോറസ്റ്റ് ഫെയറി ലീവ് ചെയ്തതാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവിടെ കുറേ സ്റ്റോറീസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഡീപ്പർ എന്നാണ് ഇതിൻ്റെ പേര്. ഡീപ്പർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, അതെന്തായാലും വായിക്കാൻ പറ്റുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്, അത് കാരണം കാണാൻ പറ്റുന്നില്ല. അത് എന്നാൽ എൻ്റെ റിയൽ വോയിസിൽ ഞാൻ റിയൽ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ എടുക്കുമ്പോൾ അതുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ബേഡിയാണ്. ബേഡിയിലേക്ക് ഫെയറീസുകാർക്ക് ബേഡീൻ്റെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും, അവർ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളും ഇപ്പോൾ സൈലൻ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ ആ ബേഡ്സിൻ്റെ സൗണ്ടുകൾ കേൾക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ ബൂ എന്ന് പറയുന്നത് ഒരു ഫെയറിയുടെ പേരാണ്. ഫെയറി ബേഡ്സിനെ ഇഷ്ടമുള്ള ഒരു ഫെയറിയാണ് ഈ ബൂ. അപ്പോൾ യെസ് ഗായ്സ്, ഇതെല്ലാം ഒരു ഫെയറിയുടെ ഫോറസ്റ്റാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് ഇതൊരു മൗഗ്ലിയുടെ ഫോറസ്റ്റ് ആയിരിക്കും എന്നാണ്. പിന്നീടാണ് മനസ്സിലായത് ഇത് ഫെയറീൻ്റെ ആണെന്ന്. ഞങ്ങൾ മുമ്പ് വന്ന സമയത്ത് ഞങ്ങളിതൊന്നും വായിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം മനസ്സിലായിട്ടില്ലായിരുന്നു. അന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇത് വന്നിട്ട് ഫ്രീഡ എന്നാണ്. ഫ്രീഡ എന്ന് പറയുന്നത് ഒരു ഫെയറീൻ്റെ നെയിമാണ്. ഫെയറി ഈസ് എ ക്വീൻ. ലൈക്ക് ഈ ഫ്രീഡ എന്ന് പറയുന്ന ഫെയറി വന്നിട്ട് ഒരു ക്വീനാണ്. ഒരു ഐറിഷ് വേർഡാണ്. അതെന്താണെന്ന് മനസ്സിലായില്ല. ഈ ഐറിഷ് വേർഡിൻ്റെ
മീനിങ് എന്താണെന്ന് വെച്ചാൽ വേ എന്നാണ്. നമ്മൾ വേ എന്ന് പറയില്ലേ, WAY, അതാണ്. അപ്പോൾ ഇതെനിക്ക് സത്യം പറഞ്ഞാൽ വായിക്കാൻ സമയമില്ലായിരുന്നു, എന്നാലും ഞാൻ വായിക്കുമായിരുന്നു. കാരണം എൻ്റെ അമ്മയും അച്ഛനും മുമ്പേ പോയിട്ടുണ്ടായിരുന്നു. മുമ്പേ പോയത് അവർ വായിക്കാതെയല്ലേ പോകുന്നത്. അത് കാരണം അവർ പെട്ടെന്ന് ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രം വായിക്കുമ്പോൾ കുറച്ച് സമയം എടുത്ത് പോയി. എന്നിട്ട് ഞാൻ മെല്ലെയായിരുന്നു വന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ഇത് ഒരു ഫെയറിൻ്റെ ഹൗസാണ്. ഇതിൽ ഇവർ വുഡ് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതെന്നാൽ ഫെയറി ലീഫൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് അവർ ഷോ ചെയ്യാണ്. ഇതിൽ ഓപ്പൺ ആക്കാൻ പറ്റും. ഒരു ചെയറുണ്ട്, 2 ചെയറുണ്ട്, ഒരു ബെഡുണ്ട്, ഒരു ഷെൽഫും ഉണ്ട് അവിടെ. ഇത് നമുക്ക് ഇങ്ങനെ വെക്കണം, അടച്ചു വെക്കണം, എന്നാൽ മാത്രമേ അവർക്ക് ആ ട്രിക്ക് അറിയാതിരിക്കത്തുള്ളൂ. അവർ ട്രിക്ക് അറിയണം, വേറെ കാണാൻ വരുന്ന ആൾക്കാർ. ഓക്കെ, പിന്നെ ഞാനങ്ങ് പെട്ടെന്ന് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം അമ്മയും അച്ഛനും ഒക്കെ ദൂരെയായിരുന്നു. പിന്നെ ഇവർ വന്നിരിക്കുന്നത് തന്നെ ഫോട്ടോഗ്രാഫിനാണ്. ആ സാധനം, ആ ഒരു ഷെൽഫ് പോലെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബഗിൻ്റെ ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ പൈസയൊന്നും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് അവർ വെറുതെ വരിക, വെറുതെ ഇരിക്കുക, അതാണ്. ഇത് നല്ല രസമില്ലേ? ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല, എന്നാലും നല്ല രസമുണ്ടായിരുന്നു. ഈ മഷ്റൂംസ് എന്തിനാണ് കുറേ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഫെയറീസ് മിക്കവരും ഈ മഷ്റൂംസിൻ്റെ ഉള്ളിലാണ് ഇരിക്കുക. അത് കാരണം തന്നെ ഈ മഷ്റൂംസ് മെയിനാണ്. ഈ മഷ്റൂംസിൽ മാത്രമേ ഇവർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇത് നല്ല രസമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കുഞ്ഞു കുട്ടികൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. വലിയവർ പോയെന്ന് വെച്ചാൽ ഇടുങ്ങി അങ്ങ് പോകും. ഞാൻ എങ്ങനെയോ പറഞ്ഞിട്ടാണ് പോയത്. ഇങ്ങോട്ടേക്കും ഒരു വഴി, അപ്പുറത്തും റൈറ്റും ലെഫ്റ്റും വഴിയുണ്ട്. ഞാനിപ്പോൾ പോയത് റൈറ്റ് വേ ആണ്. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് പോയത്. ഇവിടെ എൻ്റെ അമ്മ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ വന്നിട്ട് അടുത്ത് നിന്ന് തന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും അതേ കൂടെ തന്നെ പോയി. നല്ല രസമുണ്ടായിരുന്നു അതേ കൂടെ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഫെയറീസ് റിംഗ് ഫോറസ്റ്റ്. ഓക്കെ, ഇതാണ് വിഷ് ഗൈസ്. വിഷല്ല, നമ്മൾ കൈ ഇവിടെ വെക്കണം. എന്തിനാന്ന് വെച്ചാൽ വെറി പ്ലേസസ്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈ അതിൽ വെച്ചതിന് ശേഷം ഡീപ്പ് ബ്രെത്ത് ഇടുക. അപ്പോൾ ആ ഫെയറി നമ്മളുടെ നമ്മളുടെ വറീസ് എല്ലാം കളയുമെന്നാണ് പറഞ്ഞത്. ഞാനും ഒരു വർഷമൊക്കെ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് വറിയൊന്നും ഇല്ലാത്ത കാരണം തന്നെ അത് സക്സസ് ആയി. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കാരണം 2 വഴി ഉണ്ടായിരുന്നു. ഒരു വഴിയിൽ വന്നതെന്ന് വെച്ചാൽ ഇതായിരുന്നു, ഒരു വഴിയിൽ വേറെയാണ്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറേ സാധനങ്ങളുണ്ട് കാണാൻ തന്നെ. കേസ് എൻ്റെ സ്കിന്ന് കണ്ടില്ലേ, ഇത്രയും സണ്ണിൻ്റെ ഇത്രയും ബ്രൈറ്റ് ഉണ്ടായിട്ടും എൻ്റെ സ്കിന്നിൽ ഒന്നും പറ്റിയിട്ടില്ല. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ നാച്ചുറൽ, ഒന്നും ഇട്ടിട്ടില്ല ഗൈസ്, നാച്ചുറലാണ്. ഞാൻ വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന തിങ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഗേറ്റ് പോലെയായിരുന്നു ഞാൻ ഇപ്പോൾ വന്നത്. ഇതൊരു നല്ലൊരു പ്ലേസാണ്. ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്കൊരു ഫോട്ടോസ് എടുക്കാം. അതിന് ശേഷം ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഇവിടെ നിന്ന് ചുറ്റുപാടും ഇങ്ങനെയാണ് കാണാൻ. പിന്നെ അമ്മയും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങളൊരു വീഡിയോ എടുക്കുകയാണ്. ഇതിൽ കൂടെ ഇങ്ങനെ പോകുന്നത് എൻ്റെ അച്ഛനാണ് എടുക്കുന്നത്. അമ്മനെ മാത്രം കാണുന്നത് കാരണം അമ്മയാണ് ആദ്യം പോയത്. സോ ഞാനായിരുന്നല്ലോ സെക്കൻഡ് പോയത്. അത് കാരണം മാത്രമാണ് അമ്മനെ മാത്രം കാണുന്നത്. ഞാനാണ് വീഡിയോ എടുക്കുന്നത്. ഇത് കഴിഞ്ഞു എന്ന് വെച്ചാൽ കഴിഞ്ഞു.
ഇത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീഡമായി. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. അന്ന് ഒരു പ്രശ്നമുണ്ട് ഗായ്സ്, വേറെ അത് ഉടനെ തന്നെ അറിയാം. അപ്പോൾ ഇതാണെന്ന് പറയുന്നത് ലൊക്പൂറ അയർലൻഡുകാർ മെയിനായിട്ട് വരേണ്ടതാണ്. അവർ വന്നിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണിത്. കുറേ ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും. ഇതൊരു നല്ല പ്ലേസാണ്, എല്ലാവരും വരണം. എന്തിനാണ് ഞങ്ങളിപ്പോൾ തിരിച്ചു പോകണമെന്ന് വെച്ചാൽ ഇതാണ് ട്വിസ്റ്റ്. എൻ്റെ അച്ഛൻ വീഡിയോ എടുത്തില്ലായിരുന്നു. അത് അച്ഛൻ മറന്നുപോയി ഓണാക്കാൻ. എന്നിട്ട് വീണ്ടും എടുക്കുകയാണ്. ഞങ്ങൾ എടുത്തതിന് ശേഷം ഞങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് പോയി. ഇതിന് ശേഷം ഇതാണ് ഒരു സാധനം. ഇത് മരം കൊണ്ടുണ്ടാക്കിയ ഒന്നാണ്. ഇതിൽ ഞാൻ കയറി നിൽക്കട്ടെ. ഇവിടെ ഒരു ഹോളുണ്ട് ഗായ്സ്. എനിവേ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കാൻ പോവുകയാണ് ഞങ്ങൾ. എന്തായാലും ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഇട്ടിട്ടൊക്കെയാണ്. സോ പ്ലീസ് ഗായ്സ് എന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. യെസ് ഗായ്സ്, പ്ലീസ് സബ്സ്ക്രൈബ്. ഇതാണ് ഇനി നെക്സ്റ്റ് ഞങ്ങളുടെ ഷൂട്ട് എന്ന് പറയുമ്പോൾ ട്രെയിനാണ്, ഒരു കുട്ടികളുടെ ട്രെയിനാണ്. അപ്പോൾ അതിൽ ഫോട്ടോസ് എടുക്കാം. ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് തന്നെ ഫോട്ടോസ് എടുക്കാനാണ് ഗൈസ്. അപ്പോൾ അമ്മ ആദ്യം ഫസ്റ്റ് തന്നെ അതിൽ മേലെ കയറി നിന്നു ഫോട്ടോ എടുക്കാൻ. എന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ചുക്ക് ചുക്ക് തീവണ്ടി ചോരി പരം തീവണ്ടി, ആ പാട്ടിൻ്റെ ലെയറായിരുന്നു എനിക്ക് ഓർമ്മ വന്നത് ആ ട്രെയിനിനെ കണ്ടപ്പോൾ. നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് ആ മല പോലെ ഇരിക്കുന്ന റോക്കിനെ കണ്ടു. അതിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് ഒരു ഫോട്ടോസ് എടുക്കാനാണ്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ. ഞാൻ കയറുന്ന വഴിയാണ്. ഞാൻ ഈ സൈഡിൽ കൂടെ പോകുകയാണ്. കാരണം സൈഡിൽ കൂടെ പോയെന്ന് വെച്ചാൽ ഈസി ആയിട്ട് കയറാൻ പറ്റും. അപ്പോൾ ഞാൻ കയറിയിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. ഞാൻ കയറിയതിന് ശേഷം അമ്മ എന്നെ വിളിക്കുകയായിരുന്നു, ഇങ്ങോട്ടേക്ക് നോക്ക്. എന്താ ഞാൻ ചോദിക്കും. ഇവിടെ ഞാൻ ഹേ എന്നൊക്കെ പറഞ്ഞ് ആക്കി. ശേഷം പിന്നീട് കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് വന്നു നിന്നാണ്. അപ്പോൾ കയറി വന്ന് നിന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ അമ്മയും അമ്മേൻ്റെ ഫ്രണ്ട്സും അച്ഛനൊക്കെ കയറണമെന്നുണ്ടായിരുന്നു. എന്നാൽ അവരത് കയറിയില്ല. കാരണം അവൻ്റെ ഷൂസ് സ്ലിപ്പറിയാണെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുകയായിരുന്നു. ഇത് ഞാൻ നടുക്കിൽ കൂടിയായിരുന്നു ഇറങ്ങിയത്. കാരണം അത് കുറച്ച് ഈസി ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി വേറെ സ്ഥലത്തേക്ക് പോകുകയായിരുന്നു. പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് ഭയങ്കര ദാഹമായിരുന്നു. അത് കാരണം തന്നെ ഞങ്ങൾ വെള്ളമെല്ലാം കുടിച്ചു. നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ കഫേയിലേക്കാണ്, കോഫി ഷോപ്പ്. അപ്പോൾ നമുക്ക് പോവാം. കുറച്ച് നേരം നടക്കേണ്ടതായിട്ടുണ്ട്. ഗൈസ് പ്ലീസ് ഗൈസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ നിങ്ങൾ ലൈക്സും സബ്സ്ക്രൈബും ചെയ്യാതിരുന്നെന്ന് വെച്ചാൽ ഭയങ്കര വിഷമമാവും ഗൈസ്. പ്ലീസ് ഗൈസ് എന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഈ ലോങ് വീഡിയോ എങ്ങനെ ഇടുന്നതെന്ന് പഠിക്കുന്നത് അത്ര ഈസി അല്ലായിരുന്നു. എനിവേ ഇതാണ് ഞങ്ങൾ പപ്പീസ് ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുത്തതായിരുന്നു. അത് ഒന്നായിരുന്നു, ഇത് രണ്ടാമത്തത്. ഇതാണ് ഗൈസ് രണ്ടാമത്തത്.
പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒന്ന് ഫസ്റ്റ് വന്നത് ഒന്നുണ്ടായിരുന്നു, എന്നാൽ അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഡോഗ്. എന്നാൽ കുഴപ്പമില്ല, കാരണം അത് നല്ല ക്യൂട്ടായിരുന്നു. ഞാൻ എൻ്റെ ജോബിൻ ജോർജില്ലേ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂട്യൂബർ ജോബിൻ ജോർജിൻ്റെ അടുത്ത്. ആ ഫോണിലായിരുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് ഡോഗിനെയും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല, സോറി ഗൈസ്. ഇപ്പോൾ കുഴപ്പമില്ല, എന്നാലും 2 ഡോഗിനെ കണ്ടല്ലോ, സന്തോഷമായി. അപ്പോൾ ഞങ്ങളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ അറ്റത്ത് ഒരു സാധനം കാണുന്നില്ലേ, അതെന്താണെന്ന് വെച്ചാൽ ട്രെയിനാണ് ഗൈസ്. കണ്ടാൽ തോന്നത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് അവിടേക്ക് നടന്ന് പോവാം. ഈ നിങ്ങൾ കാണുന്നുണ്ടോ ഈ സിൽവറിൻ്റെ ഒരു സാധനം? ഇതെന്താണെന്ന് വെച്ചാൽ പ്ലാന്റ് നട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ കുറച്ചായിട്ട് കുഞ്ഞുതായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഇനി കുറച്ച് വർഷങ്ങളോ മാസങ്ങളോ കഴിഞ്ഞു എന്ന് വെച്ചാൽ അത് വളർന്ന് വലുതാവും. അത് വളർന്ന് വലുതായിട്ട് ഈ കുഞ്ഞു പ്ലാന്റ്സ് മാറിയിട്ട് മരങ്ങളായി മാറും. ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തും, കോഫി ഷോപ്പിലെത്തും എത്തുമെന്നാണ്. ഇത്ര നേരം നടന്നിട്ട് പോലും എത്തിയിട്ടില്ല. എന്തായാലും അടുത്തെത്താറായി, ഞങ്ങൾ ട്രെയിനിൽ അടുത്തെത്താറായിട്ട് ഉണ്ട്. അടുത്തെത്താറായിട്ടുണ്ട്. ഇതെന്തായാലും കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും ഗായ്സ്. ഇതൊരു 22 മിനിറ്റ്സ് ഉണ്ട്. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് ചെയ്യുന്നത്, അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ്. അതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ എന്നെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. ഇവളെന്താ ഇത്രയും ലൈക്കും സബ്സ്ക്രൈബും പറയുന്നതെന്ന് വെച്ചാൽ ഐ എം സോറി ഗൈസ്. നിങ്ങളെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം ഞാൻ ഇത്രയും പറയുന്ന കാരണം എനിക്ക് ആകെ 94 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. കഷ്ടകാലമാണ് ഗൈസ്. പ്ലീസ് ഗൈസ് എന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ ട്രെയിനിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി നടക്കാനായിട്ടുണ്ട്. എന്തായാലും അവിടേക്ക് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ നല്ലൊരു പഴയ കാലത്ത് ആയിട്ടുള്ളൊരു ട്രെയിനാണ് അവിടുത്തെ. അത് പഴയ കാലത്തെയാണ് അവരവിടെ വെച്ചിരിക്കുകയാണ്, ജസ്റ്റ് ഷോ ചെയ്യാനായിട്ട്. കുറേ പേര് അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ടായിരുന്നു. ഇത് വേറെ ഒരു മാപ്പാണ്. അവിടെ നിന്ന് കുറേ ആൾക്കാർ ഇരുന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരിനെ ഇരുത്തുമായിരിക്കും. അന്ന് ആ ഒരു ഔട്ട്ലെയേഴ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്തായാലും ഇപ്പോൾ അത് കുറച്ച് മൂവ് ചെയ്തെന്ന് വെച്ചാൽ പോകും ഗൈസ്. എല്ലാം നമുക്കൊന്നും കാണാൻ പറ്റില്ലായിരിക്കും. എന്നാൽ അത് മൂവ് ചെയ്യില്ല, കാരണം അത് ഭയങ്കര ബലമായിട്ടാണ് ഇരിക്കുന്നത്. വർഷങ്ങളായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ എഞ്ചിനാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കയറാവുന്നതേ ഉള്ളൂ, എന്നാൽ ഞാൻ കയറിയില്ല. എൻ്റെ വോയിസ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത്. എന്നാൽ അത് കാരണമാണ് ഞാൻ ആദ്യത്തേൽ എടുത്ത സമയത്ത് ഞാൻ എഴുതി വെച്ചതാണ് താഴെ വോയിസ് കോൺ, സോറി ഫോർ ദാറ്റ് എന്ന്. എന്നാലും ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വീണ്ടും ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോഫി ഷോപ്പിൽ എത്തണം എന്നല്ലേ, ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇത് കണ്ടോ, ഇത് എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ പാലമാണ്. ട്രെയിൻ പാലം എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് നിങ്ങൾ ട്രെയിൻ കണ്ടല്ലോ, അതാണിത്. അതല്ല എന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല, ബട്ട് അതേപോലെയാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ ട്രെയിൻ പാലത്തിൽ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ വുഡുകളാണ്. അതിൽ നിന്ന് ആദ്യം തന്നെ ആ ഗേറ്റ് പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഞങ്ങൾ ഫോട്ടോസ് എടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അപ്പോൾ ഗായ്സ് ഞങ്ങൾ എത്താറായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കോഫി ഷോപ്പിൽ. കാരണം ഞാൻ അവിടെ നിന്ന് ഒരു കാര്യം കണ്ടിട്ടുണ്ട്. അതെനിക്ക് കണ്ടിട്ട് അത്ര ഷുവറല്ല. എന്നാലും നമുക്കെന്തായാലും അടുത്ത് പോയാലേ അറിയത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. എന്തായാലും എനിക്ക് ഷുവറല്ല അവിടെ ഉണ്ടോയെന്ന്. അത് അവിടെ വാനൊക്കെ കണ്ടിട്ടുണ്ട്. അത് കാരണമാണ് ഇത് കണ്ടു ഇവരൊക്കെ ഇരിക്കുന്നത്. ഇത് യെസ് ഗൈസ്, ഇത് തന്നെയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ കോഫി ഷോപ്പ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് പോവാം. ഇത് ബാക്ക് വഴിയാണ്, അതിൽ കൂടെയാണ് ഫ്രണ്ടിൽ കൂടെ പോവുക. ഇത് ബാക്ക് വഴിയാണ്. ഇവിടെ നിന്ന് നമുക്ക് ലേക്കൊക്കെ കാണാൻ പറ്റും. അയ്യോ ഗായ്സ്, അവിടെ കണ്ടോ നിങ്ങൾ? ഞാനൊരു കാര്യം കണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. അത് കണ്ടോ, കുറേ ഒരു സാധനങ്ങൾ, അതാണ് മീനുകൾ. ഞാൻ ഇതുവരെ ഇത്രയും മീനുകൾ കണ്ടിട്ടില്ല. അതിൻ്റെ ചിറകുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നല്ല ഭംഗിയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? എന്തായാലും ഇത്രയും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ മീനുകളിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ ചിറകുകളുണ്ടോ, ബ്ലാക്ക് ബോഡിയും ചിറകുകൾ റെഡും ആയിട്ടാണ് വന്നത്. ഞങ്ങൾ അപ്പോൾ കോഫി കുടിക്കാൻ വന്ന സമയത്ത് ഞാൻ 2-3 പ്രാവശ്യം വലിച്ചു നോക്കി, എന്നാൽ വരുന്നില്ല. നോക്കുമ്പോഴോ ക്ലോസ്ഡ്. എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണ്ടോ, ഇത് ബസ്സാണ്. കണ്ടാൽ തോന്നുമോ ഗൈസ്? ഇത് ക്ലോസ്ഡ് ആണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് പോകാൻ പറ്റും മുമ്പ്. ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, കാരണം ലഞ്ച് ബ്രേക്കാണ് ഈ സമയം. ഇത് കണ്ടോ, ഇതാണ് ബസ്. ലോക്ക്പോറയുടെ ബസ്സാണ്. അപ്പം നമ്മൾ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്, ഫ്രണ്ട് ഭാഗത്തിലെത്തിയിട്ടുണ്ട്. ഭയങ്കര എക്സ്പെക്റ്റൊക്കെ ചെയ്തിട്ട് ഞാൻ കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ്, എന്നാലും പറ്റിയിട്ടില്ല. എന്തായാലും ഗൈസ്, എൻ്റെ അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അല്ല ഗൈസ്, പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൈ.